ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോമ്പുകാലത്തിൻ്റെ യാത്രയിലാണ് നമ്മൾ. ഈ നോമ്പുകാലത്ത് ഇന്ന ദിവസം ഒരല്പം പ്രത്യേകതയുള്ളതാണ്. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ. വിശുദ്ധ യൗസേപ്പ് പിതാവിനെ പറ്റി വചനത്തിൽ ഒരുപാടൊന്നും പറഞ്ഞു വെക്കുന്നില്ല. എന്നാലും ആ പുണ്യ ജീവിതത്തെപ്പറ്റി നമുക്ക് ഒരുപാട് ധ്യാനിക്കുവാനുണ്ട്, ചിന്തിക്കുവാനുണ്ട്. വിശുദ്ധ യൗസേപ്പ് പിതാവ് ഉപാധികളില്ലാതെ തന്നെ എല്ലാം സ്വീകരിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പരിശുദ്ധ അമ്മയെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ കുറവുകളും ദൈവിക ദൃഷ്ടിയിൽ പരിപൂർണമായതും എന്താണോ അതാണ് യൗസേപ്പ് പിതാവ് സ്വീകരിക്കുന്നത്. പരിശുദ്ധ അമ്മയെ തന്നെ, സ്ത്രീത്വത്തെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമ. മാനുഷിക ബന്ധങ്ങൾക്ക് മൂല്യം നഷ്ടപ്പെട്ടു പോകുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിനെ പോലെ ഒന്ന് ചിന്തിക്കുവാൻ, ദൈവമേ നീ എന്നെ സഹായിക്കണമേ എന്ന് കൂടെ ഇന്ന ദിവസം നമുക്ക് അല്പമൊന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം. ദൈവിക പദ്ധതി അനുസരിച്ച് വിശുദ്ധ യൗസേപ്പ് പിതാവ് പരിശുദ്ധ അമ്മയെ സ്വീകരിക്കുമ്പോൾ ഒരു വലിയ കരുതലാണ്, വലിയ ആത്മവിശ്വാസമാണ്, ജീവിതത്തിൽ എന്തിനേയും നേരിടുവാനുള്ള കരുത്താണ് വിശുദ്ധ യൗസേപ്പ് പിതാവ് പരിശുദ്ധ അമ്മയ്ക്ക് പകർന്നു നൽകുന്നത്. എന്ത് തന്നെ ആയാലും ഞാൻ നിന്റെ കൂടെ നിലയുറപ്പിക്കുമെന്നുള്ളൊരു ബോധ്യം. ഉണ്ണിയേശുവിനെ കാണാതെ പോയപ്പോൾ അവർ പരസ്പരം അംഗീകരിച്ചു കൊണ്ട് തന്നെയാണ് ഉണ്ണിയേശുവിനെ അന്വേഷിച്ചിറങ്ങുന്നത്. അവിടെ കുറ്റപ്പെടുത്തലുകളില്ല, പരാതിയോ പരിഭവമോ കുത്തുവാക്കുകളോ ഇല്ല. മറിച്ച് ഭാര്യയും ഭർത്താവും ഒരേ മനസ്സോടുകൂടെ ഒരേ ലക്ഷ്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു. വിശുദ്ധ യൗസേപ്പ് പിതാവിനെ വിശേഷിപ്പിക്കുന്നത് തന്നെ ദാവീദിൻ്റെ പുത്രൻ എന്നാണ്. ദൈവത്തിൻ്റെ ആലയത്തിനുള്ള ഒരു ഒരുക്കം നമ്മൾ കാണുന്നുണ്ട് ദാവീദ് രാജാവിൻ്റേത്. 1 ദിനവൃത്താന്തം 22-ാം അധ്യായം 5-ാം വാക്യത്തിലാണ് ആവശ്യത്തിനുള്ള എല്ലാ സാധന സാമഗ്രികളും ദേവാലയം പണിയുവാൻ അവൻ ശേഖരിച്ചു എന്നാണ് പറയുക. സ്വർണം, വെള്ളി, പിച്ചള, ഇരുമ്പ്, ഗോമേതകം, രത്നങ്ങൾ, അങ്ങനെ എല്ലാം ശേഖരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആലയത്തിനുള്ള ഒരുക്കം. എന്നാൽ വിശുദ്ധ യൗസേപ്പ് പിതാവ് തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്നുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആലയത്തിലേക്കുള്ള ഒരുക്കത്തിന് തയ്യാറാകുന്നത്. അവന് ഉണ്ണിയേശുവിൻ്റെ ദേവാലയത്തിൽ കാഴ്ചവെച്ചപ്പോൾ ഒന്നും കൊടുക്കാനില്ലായിരുന്നുവെന്നാണ് ലൂക്കാ സുവിശേഷം 2-ാം അധ്യായം 22-ാം വാക്യം പറഞ്ഞു വച്ചിരിക്കുന്നത്. ഏറ്റവും ദാരിദ്ര്യം നിറഞ്ഞ ജീവിതം, സാമ്പത്തിക ക്ലേശങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ദൈവത്തെ പഴിക്കുന്ന നമുക്ക് വിശുദ്ധ യൗസേപ്പ് പിതാവിനെ പോലെ എല്ലാ സന്ദർഭങ്ങളിലും ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാകുന്ന ഒരു മനസ്സിന് ഉടമയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ യൗസേപ്പ് പിതാവ് നമുക്ക് നൽകുന്ന മറ്റൊരു വലിയ പാഠമുണ്ട്. എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുവാൻ. ആരും എനിക്ക് നന്ദി പറഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് പറയുന്ന ഒരു മനോഭാവം. ഒരുപക്ഷെ ഏതൊരപ്പൻ്റെയും അവകാശമാണ് കുഞ്ഞിന് പേരിടുക എന്നത്. അബ്രഹാം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കുഞ്ഞിന് പേരിടുന്നുണ്ട്, മോശ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പേരിടുന്നുണ്ട്. എന്നാൽ വിശുദ്ധ യൗസേപ്പ് പിതാവിനോ ഉണ്ണിയേശുവിൻ്റെ പേര് സ്വർഗത്തിൽ നിന്ന് ലഭിക്കുകയാണ്. പക്ഷെ അവന് പറയാം, എൻ്റെ അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ചിലപ്പോഴെങ്കിലും നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്, എനിക്ക് ലഭിക്കാതെ പോയ നന്ദി വാക്കുകൾ, എനിക്ക് ലഭിക്കാതെ പോയ അംഗീകാരത്തിൻ്റെ ചിന്തകളെല്ലാം ദൈവം എനിക്ക് വേണ്ടി മറ്റെന്തോ ഒരുക്കി വച്ചിരിക്കുന്നതിൻ്റെ ശ്രേഷ്ഠമായതിൻ്റെ ഒരു ഒരുക്കപ്പെടൽ മാത്രമാണെന്ന്. വിശുദ്ധ യൗസേപ്പ് പിതാവ് ഈ പുണ്യദിനത്തിൽ നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുമ്പോൾ, വിശുദ്ധ യൗസേപ്പ് പിതാവേ,
നിന്നെപ്പോലെ ചിന്തിക്കുവാൻ, നിന്നെപ്പോലെ എല്ലാം സ്വീകരിക്കുവാൻ, നിന്നെപ്പോലെ എല്ലാത്തിലും എളിമ കണ്ടെത്തുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന ദിവസത്തിൻ്റെ എല്ലാവിധങ്ങളായ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നേരുകയാണ്. ആമേൻ.